അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി നെല്ലിക്ക. ഇപ്പൊ നമ്മുടെ നെല്ലിക്കയുടെ സീസൺ ആണല്ലോ. അപ്പൊ ഈ നെല്ലിക്ക വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെച്ചാൽ അച്ചാറോ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ നമ്മുടെ കുക്കറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം വേണ്ട. എന്നിട്ട് നമുക്ക് ഈ നെല്ലിക്ക ഇതിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിന്റെ കൂടെ നമ്മളൊരു സ്വല്പം ഉപ്പും ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് വേണം നമുക്ക് ഇന്ന് വേവിച്ചെടുക്കാം. അപ്പൊ സാറിന് അച്ചാറൊക്കെ ഇടാൻ നേരം എന്താ പറയുന്നത്, ചുമ്മാ ഒന്ന് ആവി കയറ്റി എടുക്കത്തില്ല. നമുക്ക് സാധാരണ എണ്ണയ്ക്കകത്തൊക്കെ അങ്ങനല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇത് വെറൈറ്റി ആണ്, വളരെ ടേസ്റ്റി ആണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഇത് നമ്മളൊരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് മുഴുവൻ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ് മതി. ഇനി ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാതെ. അപ്പൊ എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുമ്പോഴത്തേനും തന്നെ നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന്റെ നെല്ലിക്കയുടെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിന്റെ ഒക്കെ വ്യത്യാസം നമുക്ക് വെന്ത് കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും 3 വിസിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ നെല്ലിക്ക നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിങ്ങോട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പൊട്ടി വന്നിട്ടുണ്ട് നെല്ലിക്ക. നമുക്ക് അധികം വെള്ളമൊന്നും അധികം വന്നിട്ടില്ല, ഒരു സ്വല്പം വെള്ളമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ള അതുകൊണ്ട് ബൗളിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്കിനി ഈ നെല്ലിക്കയുടെ കുരു ഒന്ന് കളഞ്ഞ് ഇതിന്റെ ഫ്ലഷ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അപ്പൊ ഇതിന്റെ ബാക്കി വന്ന വെള്ളവും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ വെള്ളം കളയരുത്, അത് നമുക്ക് അത്യാവശ്യം സാധനമാണ്. നല്ല ഇത് ഇതുണ്ടല്ലോ, വെന്ത് വരുമ്പോഴത്തേക്കും നല്ല മണമാണ് സംഭവം. ഇതാണത്, നല്ല അടിപൊളിയായിട്ട് സാധനം. അപ്പൊ നമ്മുടെ ആ മഞ്ഞളും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അപ്പൊ ഇതുപോലെ വേണം നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് സാധനം. അപ്പൊ വെള്ളം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വേണ്ട, ഇത്രയും വെള്ളമേ നമുക്ക് ബാക്കി എടുത്തിട്ടുണ്ട്. അതാണ് എന്റെ കറക്റ്റ് സംഭവം. നെല്ലിക്കയുടെ കുരു എല്ലാം മാറ്റിയിട്ട് നമ്മുടെ കൽച്ചട്ടിയിലാണ് ഇനി നമ്മുടെ പരിപാടി. അപ്പൊ നമ്മുടെ കൽച്ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കുരു കളഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. ഇങ്ങോട്ട് വെച്ചു നല്ലതായിട്ട് വെന്ത് നന്നായിട്ട് ഉടയുന്ന രീതിയിൽ വേവണം. എന്നാലേ ഉണ്ടല്ലോ അതിന്റെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ. നല്ല വെന്ത് പൊട്ടി നല്ല അടിപൊളിയാണ്. അപ്പൊ ഇത് മുഴുവൻ നമ്മളൊന്ന് കുരു കളഞ്ഞെടുക്കട്ടെ. കുരു കളയാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നമ്മളുണ്ടല്ലോ അതെ കംപ്ലീറ്റ് കുരു എല്ലാം കളഞ്ഞ് റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ചെറിയ മർദ്ദന മുറയിലേക്ക് കിടക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഒന്ന് ഉടച്ചെടുക്കണം ഈ സാധനം. നമ്മുടെ അങ്ങ് സ്മൂത്ത് ആക്കി എടുക്കണ്ട, പേസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. എന്നാലേ അതിന്റെ ആ ഒരു ഇത് വരത്തുള്ളൂ. അപ്പൊ അത് നമ്മുടെ മറ്റേ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുന്ന സാധനം അല്ലെങ്കിൽ ചപ്പാത്തിക്കോലോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് സംഭവം റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോ ഒരു ഇരുമ്പിന്റെ ഇരിക്കുന്ന സാധനം. അപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് ബാക്കി പരിപാടികൾക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ അതെ നമ്മളെ ഇടി മുറകളെല്ലാം കഴിഞ്ഞത് സംഭവം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സാധനം. കണ്ട ഇതുപോലെ നമുക്കൊന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് പൊടിഞ്ഞൊന്നും പോകുന്നു വേണ്ട. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് പൊടിക്കും. അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ ഉപയോഗിക്കാത്ത. അപ്പൊ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെന്ത വെള്ളമില്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിച്ച് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ കത്തിക്കുന്ന സാധനം എന്റെ. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇത് അടികട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാൻ കേട്ടോ. പിന്നെ കഴിയുന്നത് നമ്മുടെ അലുമിനിയം പോലുള്ള പാത്രങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലത്തെ കൽച്ചട്ടിയോ മൺചട്ടിയോ ആണ് നല്ലത്. കാര്യം ഈ നെല്ലിക്ക എന്നൊക്കെ പറയുന്ന സാധനത്തിന് ഒരു സ്വല്പം എന്താ പറയുന്ന ഒരു ഈ പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ആസിഡ് എഫക്ട് വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും മൺപാത്രങ്ങളൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്ത് കുറച്ച് പൊടിയൊക്കെ ചേർക്കണം. അതെ, അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ അതും കൂടെ ചേർത്തിട്ട് ഇളക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിന്റെ അകത്തോട്ടൊക്കെ നന്നായിട്ട് പിടിക്കും. ആദ്യം നമുക്ക് കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. നമ്മള് അധികമൊന്നും ഇല്ല, ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ടുള്ളൂ. ഗരം മസാല അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് ആക്കണം.
അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കുന്നതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. വേറെ കുറെ ഹൈലൈറ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളി സാധനങ്ങളാണ്. നമ്മള് പറഞ്ഞില്ലേ പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മളിനി ചേർക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൽക്കണ്ടം. അതായത് എന്താ പറയുന്നത് നമ്മുടെ ഈ ത്രെഡ് ഷുഗർ എന്നൊക്കെ പറയും. നല്ല അടിപൊളി സാധനം. ഇതിന് പകരം നമുക്ക് പനങ്കൽക്കണ്ടം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാതെ പൊടിച്ചിട്ട് വേണേലും ചേർക്കാം. പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. ഇത് നല്ലൊരു കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്ന വെച്ചാൽ ഇത് നമ്മുടെ ശർക്കരപ്പൊടിയാണ്. സാധാരണ ശർക്കരപ്പൊടിയില്ലേ, അത് നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാനിയാക്കി എടുക്കുകയോ, നമുക്കിപ്പം എന്താ പറയുക കല്ലും കട്ടയൊന്നും ഇല്ലാന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചീകി എടുത്താലും മതി. ഇതിപ്പം കല്ലും കട്ട ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പൊടിയില്ലേ അത് തന്നെ അങ്ങ് ചേർക്കണേ. പിന്നെ ഇളകാലും എല്ലാം സൗകര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് നന്നായിട്ടുണ്ടല്ലോ ഒന്ന് മെൽറ്റ് ആകണം. അതായത് നമ്മുടെ ഈ കൽക്കണ്ടോ ശർക്കരയും എല്ലാം കൂടെ മെൽറ്റ് ആയിട്ട് ഇത് നല്ല ഒരു ഇത് പറയുന്ന പാനി പോലെ ആകും. അപ്പൊ അത് വരെ നമുക്കൊന്ന് ചെറിയ തീയിൽ, ഒരുപാട് തീ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ഇത് ഉരുകിക്കും. അപ്പൊ ഇത് ഉരുകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. അത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മുടെ തന്നെ പൊടിച്ചെടുത്ത കുരുമുളകാണ്. അതും കൂടെ ചേർത്ത്. നമ്മള് ഈ ശർക്കര എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഇത് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതെ അതെ, നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സാധനം മെൽറ്റ് ആകുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് മെൽറ്റിംഗ് ആണ് ഇനി അടുത്ത പരിപാടി. അപ്പൊ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കരയും നമ്മുടെ കൽക്കണ്ടമൊക്കെ നല്ല അലുത്ത്, അതായത് മെൽറ്റ് ചെയ്ത് നല്ല സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ നല്ലതായിട്ട് ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ കളറൊക്കെ മാറി. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് വേറെ 1-2 സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പൊ ഇത് നമ്മുടെ എന്താ പറയുന്നത് നല്ല ജീരകം ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്. അത് പൊടിച്ചോ പൊടിക്കാതെ വേണം നമുക്ക് ഇടാം. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. അത് ഒരു മതി കേട്ടോ. ജീരകം ഒരു നുള്ള് എടുത്താൽ മതിയല്ലോ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റിന് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏലക്കായ കൂടെ വേണമെങ്കിലും പൊടിച്ച് ചേർക്കാം. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ്. അതും അധികം ചേർക്കില്ല കേട്ടോ, ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇതിപ്പോ നമ്മുടെ മറ്റേ എന്താ പറയുന്ന ബ്ലാക്ക് സോൾട്ട് ഇല്ലേ, റോക്ക് സോൾട്ട് എന്നൊക്കെ പറയുന്ന നമുക്ക് അതുണ്ടെങ്കിൽ അതായാലും മതി. അതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹെൽത്തിയാണ് സംഭവം. ഇപ്പൊ നമ്മുടെ സാധാരണ ഉപ്പാണ് ചേർത്തിരിക്കുക. അപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞ് അപ്പൊ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഒരുപാട് എടുക്കരുത്. ഒരു എന്താ പറയുന്നത് ഇതൊരു ഹെൽത്തി സംഭവമാണ്. അതായത് കാര്യം നമ്മുടെ ഈ സ്കിന്നിനും ആന്റി ഏജിങ്ങും അതെ തലമുടിക്കും കണ്ണിനും. അതെ, കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഡെയിലി മറ്റേ അവരുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ഉണ്ടല്ലോ, ഒരു സ്വല്പം കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക പകുതി സ്പൂൺ കൊടുത്തിട്ട് അധികം കഴിക്കണ്ട. അപ്പൊ ഇത് നമുക്ക് ചീത്തയാകത്തില്ല പെട്ടെന്നൊന്നും. നമ്മുടെ നല്ല കാറ്റ് കിടക്കാത്ത ഒരു കണ്ടെയ്നറിന്റെ അകത്ത് അടച്ച് വെച്ചാൽ മതി. ഗ്ലാസിന്റെ വെള്ളം തൊടാതെ നല്ല തുടച്ച സ്പൂണൊക്കെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒക്കെ അത് കേടാവാതിരിക്കും. നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഇതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്കിപ്പോ കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും പെട്ടെന്ന് കേടാകത്തില്ല, അത്ര നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തണുക്കണം ഈ സാധനം. ഇപ്പൊ ഉള്ള ആ ഒരു വെള്ളത്തിന്റെ അംശം കൂടി ഉണ്ടല്ലോ, തണുത്ത് കഴിയുമ്പോ അത് വറ്റി കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കാകും സാധനം. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ നെല്ലിക്കയൊക്കെ ധാരാളം നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ചില വീടുകളിലും ഒക്കെ കാണും നെല്ലി മരമൊക്കെ. അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി കൂടുതൽ തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എന്താ പറയുന്ന എണ്ണ അനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പൊ തയ്യാറാക്കി വെച്ചു, സംഭവം അടിപൊളിയാണ്. അപ്പം കഴിയുന്നതും നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. കൽക്കണ്ടം അല്ലെങ്കിൽ മറ്റേ പനങ്കൽക്കണ്ടം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റും കൂടും, സംഭവം അടിപൊളിയായിരിക്കും. ശർക്കരയ്ക്ക് പകരം ചക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തായാലും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് എന്താ പറയുക താഴത്തുനിന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ല് അതും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് മറ്റേ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്ന നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല.
അപ്പൊ പുതിയൊരു നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും നല്ല നെല്ലിക്ക ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇന്നത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.